നമസ്കാരം. ആഡംബര ഫോണുകളും അതിനൂന സാങ്കേതിക വിദ്യയുമെല്ലാം സ്വന്തമാക്കാൻ മത്സരിക്കുന്ന ഈ കാലത്തും ഒരു സൂപ്പർ താരം ഇപ്പോഴും കീപാഡ് ഫോൺ ഉപയോഗിക്കുന്നു എന്ന വാർത്ത ആരാധകരെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. സിനിമാ രംഗത്തെ ഒരു പ്രമുഖ നടനാണ് ഇപ്പോഴും കീപാഡ് ഫോൺ ഉപയോഗിക്കുന്നത്. ലളിതമായ ജീവിതശൈലി പിന്തുടരുന്നതിന്റെ തെളിവായി ഇതിനെ ആരാധകർ വിലയിരുത്തുകയാണ്. ഇദ്ദേഹത്തിന്റെ കീപാഡ് ഫോണിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് ഈ വാർത്ത പുറത്തു വന്നത്. ഏതാണ് ആ താരമെന്ന് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആരാണ് ഈ സൂപ്പർ താരമെന്നും അദ്ദേഹം ഉപയോഗിക്കുന്ന ഫോൺ ഏതാണെന്നും അതിന് എത്രയാണ് വിലയെന്നും അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. അത് മറ്റാരുമല്ല, നടൻ ഫഹദ് ഫാസിലാണ് ആ താരം. താരത്തിന്റെ കയ്യിലുള്ള കീപാഡ് ഫോൺ കണ്ടതോടെ എത്ര സിമ്പിളാണ് താരമെന്ന് ആരാധകർ കണ്ടെത്തി. സാധാരണയായി കീപാഡ് ഫോണുകൾക്ക് വളരെ കുറഞ്ഞ വിലയാണുള്ളത്. നോക്കിയ 105, സാംസങ് ഗുരു മ്യൂസിക് 2 തുടങ്ങിയ മോഡലുകൾക്ക് ഏകദേശം 10,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് നിലവിൽ വിപണി വില. സ്മാർട്ട് ഫോണുകളുടെ ലോകത്ത് ഇത്രയും ലളിതമായ ഒരു ഫോൺ ഉപയോഗിക്കുന്ന ഒരു സൂപ്പർ താരം സാധാരണക്കാരിലും കൗതുകമുണർത്തുന്നു. ചില പ്രമുഖർ സ്വകാര്യത നിലനിർത്തുന്നതിന്റെ ഭാഗമായി സ്മാർട്ട് ഫോണുകൾക്ക് പുറമെ ഒരു സെക്കൻഡറി ഫോണായി കീപാഡ് ഫോണുകൾ ഉപയോഗിക്കാറുണ്ട്. കോളുകൾക്ക് മാത്രമായി കീപാഡ് ഫോണുകൾ ഉപയോഗിക്കുകയും ഇന്റർനെറ്റ് ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുന്നവർ ഏറെയുണ്ട്. താരത്തിന്റെ ലളിതമായ ഈ ശീലം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ അങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ. കാരണം കാണാൻ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ, സാധനം അടിപൊളിയാണ്. എന്താന്നല്ലേ, ആഗോള ബ്രാൻഡായ വെർട്ടുവിന്റെ ഫോണാണ് ഫഹദ് ഉപയോഗിക്കുന്നത്. 5 ലക്ഷം രൂപ വരെ വിലയുള്ളതാണ് വോട്ട് എസൻ സീരീസിലെ ഫോണുകൾ. ഇതിൽ ഫഹദ് ഉപയോഗിക്കുന്നത് ഏതാണെന്ന് വ്യക്തമല്ല. വെർട്ടു SSNT ഫെറാറി നെറു ലിമിറ്റഡ് എഡിഷൻ ഫോൺ ആണെന്നാണ് വിവരം. റിപ്പോർട്ട് അനുസരിച്ച് ഇതിന് 4 ലക്ഷത്തിലേറെ രൂപ വിലയുണ്ട്. നോക്കിയയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന കമ്പനിയാണ് വെർട്ടു. 1998 വെർട്ടു സ്ഥാപിതമായത്. നേരത്തെ UK ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ബ്രാൻഡ് ഇപ്പോൾ ഹോങ്കോങ്ങിലും ഫ്രാൻസിലുമുള്ള 2 സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലാണ്. സ്വർണം ഉൾപ്പെടെ വില കൂടിയ വസ്തുക്കൾ കൊണ്ട് നിർമ്മിതമായ അത്യാഡംബര ഹാൻഡ് മെയ്ഡ് ഫോണുകളാണ് വെർട്ടു പുറത്തിറക്കുന്നത്.